नमस्ते बच्चों। पिछले कक्षा में हम मेरी ममताई माँ संस्मरण का थोड़ा भाग हम पढ़ चुके हैं, तो आज उसके आगे के भाग देखेंगे। तो आगे के भाग की ओर जाने से पहले कुछ पूर्व ज्ञान देखें। तो बताइए बच्चों, अब्दुल कलाम का बचपन कहाँ था? अब्दुल कलाम का, एपीजे अब्दुल कलाम का बचपन कहाँ था? रामेश्वर में, है ना। एपीजे अब्दुल कलाम का बचपन रामेश्वर में थे। कलाम का परिवार कैसा था? एपीजे अब्दुल कलाम का परिवार कैसा था? एपीजे अब्दुल कलाम का परिवार एक संयुक्त परिवार था। और कलाम के गणित का शिक्षक कौन था? कलाम के गणित के शिक्षक थे श्री स्वामियार। ट्यूशन के बाद घर आकर कलाम कहाँ जाता था? ट्यूशन के बाद घर आकर कलाम कहाँ जाता था? रामेश्वर रोड रेलवे स्टेशन पैदल जाता। वहाँ से गुजरने वाली धनुषकोडी मेल से समाचार पत्रों का बंडल लेकर शहर में लौटता। शहर में सबसे पहले समाचार पत्र एपीजे अब्दुल कलाम ही लोगों तक पहुँचाता था। इतना അപ്പോൾ നമുക്കിനി കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താണ് പഠിച്ചതൊന്നും കൂടി നോക്കാം. അപ്പോൾ എപിജെ അബ്ദുൽ കലാമിൻ്റെ കുറിച്ചിട്ടാണ് ഓർമ്മകളെ കുറിച്ചിട്ടാണ് നമ്മൾ അതിൽ പഠിച്ചുകൊണ്ടായിരുന്നത്. രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന ആ കാലഘട്ടങ്ങളിൽ എപിജെ അബ്ദുൽ കലാമിൻ്റെ കുടുംബം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടായിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എപിജെ അബ്ദുൽ കലാമിന് എത്ര വയസ്സായിരുന്നു? 10 വയസ്സായിരുന്നു അല്ലേ. तो ഈ യുദ്ധം എന്ന് പറയുന്നത് എപിജെ അബ്ദുൽ കലാമിൻ്റെ വീടിൻ്റെ പടിവാതിൽക്കൽ വരെ എത്തിയിരുന്നു. ആ സമയങ്ങളിൽ ഇവർക്ക് എന്തുണ്ടായിരുന്നു? ഒരുപാട് ആവശ്യമുള്ള സാധനങ്ങൾക്കൊക്കെ തന്നെ കുറവുകൾ അനുഭവപ്പെട്ടിരുന്നു. അതുകൂടാതെ തന്നെ എപിജെ അബ്ദുൽ കലാമിൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഒരു വിശാൽ പരിവാറായിരുന്നു അല്ലേ. എന്ന് പറഞ്ഞാൽ ഒരു വലിയ കുടുംബമായിരുന്നു, സംയുക്ത കുടുംബമായിരുന്നു. സംയുക്ത എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കൂട്ടുകുടുംബമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കൂട്ടുകുടുംബത്തിൽ ആരെല്ലാം ഉണ്ടായിരുന്നു? എപിജെ അബ്ദുൽ കലാമിൻ്റെ അച്ഛനും അച്ഛൻ്റെ സഹോദരങ്ങളും സഹോദരങ്ങളുടെ കുടുംബങ്ങളൊക്കെ ആയിരുന്നു അല്ലേ. അപ്പോൾ ഈ കുടുംബത്തെ നോക്കി നിയന്ത്രിച്ച് സംരക്ഷിച്ച് കൊണ്ടുപോയത് ആരൊക്കെയായിരുന്നു? എപിജെ അബ്ദുൽ കലാമിൻ്റെ മുത്തശ്ശിയും അമ്മയുമായിരുന്നു ഈ കുടുംബത്തെ നിയന്ത്രിച്ച് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ ഈ കുടുംബത്തിൽ എന്താണ്? ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ എത്ര മൂന്നായിട്ട് തൊട്ടിലുകൾ ഉണ്ടായിരുന്നു. ഈ തൊട്ടിലുകളിൽ കുട്ടികൾ കളിച്ചുകൊണ്ട് ഉറങ്ങിക്കൊണ്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഈ കുടുംബത്തിൽ സുഖവും ദുഃഖവും ഒക്കെ തന്നെ വന്നു പോയിക്കൊണ്ടുണ്ടായിരുന്നു. പിന്നീട് എപിജെ അബ്ദുൽ കലാമിനെ ഗണിത് എന്ന് പറഞ്ഞാൽ മാത്സ് പഠിക്കാൻ പോയിക്കൊണ്ടായിരുന്നു. മാത്സ് പഠിപ്പിച്ചുകൊണ്ടായിരുന്ന മാഷാരായിരുന്നു? ശ്രീ സ്വാമിയാരായിരുന്നു. അപ്പോൾ ഈ മാത്സ് ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട് എപിജെ അബ്ദുൽ കലാം രാവിലെ എത്ര മണിക്ക് എണീക്കും? രാവിലെ 4 മണിക്ക് ഉണരുമായിരുന്നു. അപ്പോൾ വളരെ ഇങ്ങനെയാണ് അതുല്യനായ ഒരു ഗണിത ശിക്ഷകായിരുന്നു ആര്? ഈ സ്വാമിയാർ. അപ്പോൾ ഇവർ എങ്ങനെയാണ് പഠിപ്പിച്ചുകൊണ്ടായിരുന്നു? നിശുൽക്ക് ട്യൂഷൻ എന്ന് പറഞ്ഞാൽ സൗജന്യമായ ശിക്ഷയായിരുന്നു ആർക്ക് കൊടുത്തുകൊണ്ടായിരുന്നത്? കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടായിരുന്നു. ഫീസ് വാങ്ങൂല, ഫ്രീ ആയിട്ടാണ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഈ അധ്യാപകന് തൻ്റെ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരു നിബന്ധന വെച്ചിരുന്നു. വളരെ കഠിനമായ നിബന്ധന ആയിരുന്നു. എന്തായിരുന്നു ആ നിബന്ധന എങ്ങനെയായിരുന്നു? തൻ്റെ എല്ലാ വിദ്യാർത്ഥികളും കുളിച്ചിട്ട് വൃത്തിയായിട്ട് കൃത്യം 5 മണിയാകുമ്പോൾ തൻ്റെ ക്ലാസ്സിൽ ഉപസ്ഥിതമായിരിക്കണം, ക്ലാസ്സിൽ ഹാജരായിരിക്കണമെന്നായിരുന്നു ആ അധ്യാപകൻ വെച്ച നിബന്ധനകൾ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ക്ലാസ്സിന് പോകാൻ വേണ്ടി തന്നെ എപിജെ അബ്ദുൽ കലാമിൻ എണീക്കുന്നതിന് മുമ്പ് തന്നെ കലാമിൻ്റെ അമ്മ ഉണരും. എന്നിട്ട് എപിജെ അബ്ദുൽ കലാമിന് സ്കൂളിലേക്ക് ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ടെല്ലാം തയ്യാറെടുപ്പ് ചെയ്തു വെക്കുമായിരുന്നു അല്ലേ. അപ്പോൾ ഈ ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞിട്ട് 5:30 ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 5:30 ആകുമ്പോഴത്തേക്ക് എപിജെ അബ്ദുൽ കലാം തിരിച്ച് വീട്ടിലേക്ക് എത്തും. അത് കഴിഞ്ഞ ശേഷം എവിടെയൊക്കെ പോയിരുന്നു? നമാസ് ചെയ്യാൻ, നിസ്കാരം ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് അറബി സ്കൂളിൽ ഖുറാൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോയി അല്ലേ. ഖുറാൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ ആര് കാത്തിരിക്കുകയായിരുന്നു? എപിജെ അബ്ദുൽ കലാമിൻ്റെ അച്ഛന് അദ്ദേഹത്തെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ശേഷമാണ് കലാം എവിടെ പോയത്? തൻ്റെ വീടിൻ്റെ അടുത്തുള്ള എത്ര കിലോമീറ്റർ ദൂരയിലായിരുന്നു? 3 കിലോമീറ്റർ 3 കിലോമീറ്റർ അകലെയുള്ള അല്ലെങ്കിൽ ദൂരെയുള്ള റെയിൽവേ സ്റ്റേഷൻ, രാമേശ്വർ റോഡിലുള്ള റെയിൽവേ സ്റ്റേഷൻ കാൽനടയായിട്ട് അദ്ദേഹം നടന്നു പോയി. അവിടെ അതിലൂടെ കടന്നു പോകുന്ന ഇതാണ് ധനുഷ്കോടി മെയിൽ നിന്ന്
എന്ത് വാങ്ങാൻ വേണ്ടിയിട്ട് സമാചാർ എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പറിൻ്റെ ഒരു കെട്ട്. ഈ ന്യൂസ് പേപ്പറിൻ്റെ കെട്ട് എടുത്തുകൊണ്ടാണ് APJ അബ്ദുൽ കലാം പട്ടണത്തിൽ തിരിച്ചു വരും. അപ്പോൾ ആദ്യം എല്ലാ പട്ടണത്തിലും ആദ്യം എല്ലാവരുടെ അടുത്തേക്ക് പത്രങ്ങൾ എത്തിച്ചതാരായിരുന്നു? APJ അബ്ദുൽ കലാം ആയിരുന്നു. അപ്പോൾ ഇത്രയും ഭാഗങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് അല്ലേ. അപ്പോൾ ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം എന്തെല്ലാം സംഭവിച്ചതെന്ന്. ടെക്സ്റ്റ് ബുക്ക് നോക്കാം എല്ലാവരും. यह जिम्मेदारी निभाने के बाद मैं 8 बजे तक घर वापस आ जाता. उस समय मेरी माँ मुझे सामान्य नाश्ता देती जो मेरे अन्य भाई बहनों को दिए जाने वाले नाश्ते की तुलना में कुछ विशेष होता, क्योंकि मैं पढ़ाई और कमाई एक साथ करता था. स्कूल की छुट्टी के बाद शाम को मैं फिर ग्राहकों से बकाया राशि की वसूली के लिए निकल पड़ता. അപ്പോൾ എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത് നോക്കാം നമുക്ക്. യ ജിമ്മേദാരി നിഭാനെ കെ ബാദ്. ജിമ്മേദാരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരവാദിത്യം. അപ്പോൾ നേരത്തെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ താൻ നിർവഹിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്യങ്ങളും നിർവഹിച്ച് കഴിഞ്ഞിട്ട് 8 ബജെ എന്ന് പറഞ്ഞപ്പോൾ 8 മണിയാവുമ്പോൾ തക്ക് ഘർ വാപ്പസ് ആ ജാത്ത. APJ അബ്ദുൽ കലാം ചെയ്യേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ച് കഴിഞ്ഞിട്ട് കൃത്യം 8 മണിയാവുമ്പോഴത്തേക്ക് തന്നെ കലാം എവിടെ എത്തും? തൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തും. പിന്നീട് ഉസ് സമയം मेरी माँ मुझे सामान्य नाश्ता देती जो मेरे अन्य भाई बहनों को दिए जाने वाले नाश्ते की तुलना में कुछ विशेष होता. അപ്പോൾ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞ സമയത്ത് ആ സമയം അമ്മ എന്ത് ചെയ്യും? മേരി മാ മുജെ സാമാന്യ നാസ്ത ദേത്തി. APJ അബ്ദുൽ കലാമിൻ്റെ അമ്മ കലാമിന് സാമാന്യ നാസ്ത എന്ന് പറഞ്ഞാൽ സാധാരണ പ്രഭാത ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുമായിരുന്നു. ജോ മേരെ अन्य भाई बहनों को दिए जाने वाले नाश्ते की तुलना में कुछ विशेष होता. അപ്പോൾ APJ അബ്ദുൽ കലാം തൻ്റെ ഉത്തരവാദിത്തമൊക്കെ നിർവഹിച്ച് കഴിഞ്ഞിട്ട് 8 മണിയാകുമ്പോൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് തൻ്റെ അമ്മ എന്ത് ചെയ്യും? സാധാരണ ആയുള്ള പ്രഭാത ഭക്ഷണം തയ്യാറാക്കി കൊടുക്കും അല്ലേ. എങ്ങനെയായിരുന്നു നോക്കാം. ജോ മേരെ അന്യ ഭായ് ബഹനോ കി തുലനാമേ. ജോ മേരെ അന്യ ഭായ് ബഹൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മറ്റു സഹോദരന്മാർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഇങ്ങനെയായിരുന്നു നൽകുന്നത്. പ്രഭാത ഭക്ഷണത്തേക്കാൾ കുറച്ച് പ്രത്യേകമുള്ളതായിരുന്നു. കാരണം APJ അബ്ദുൽ കലാമിന് കൊടുക്കുന്ന ഭക്ഷണം തൻ്റെ മറ്റു സഹോദരന്മാർ ഒരു കൂട്ടുകുടുംബമായിരുന്നു അല്ല നേരത്തെ പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ സഹോദരൻ്റെ കുടുംബങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആ മക്കൾക്ക് അല്ലെങ്കിൽ സഹോദരന്മാർക്ക് കൊടുക്കുന്നതിനേക്കാളും കുറച്ച് പ്രത്യേക പ്രഭാത ഭക്ഷണം, കുറച്ച് വിശേഷമുള്ള ഒരു പ്രഭാത ഭക്ഷണമായിരുന്നു ആർക്ക് കൊടുത്തിരുന്നത്? APJ കലാമിന് വേണ്ടിയിട്ട്. ക്യോങ്കി മേ പടായി ഓർ കമായി ഏക് സാത്ത് കർത്താ താ. എന്തുകൊണ്ടാണ് കലാമിന് മാത്രം പ്രത്യേകമുള്ള ഭക്ഷണം കൊടുത്തത് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ മേ പടായി ഓർ കമായി. പടായി എന്ന് പറഞ്ഞാൽ പഠിത്തവും, APJ കലാം പഠിത്തവും സാമ്പത്യവും, കമായി എന്ന് പറഞ്ഞാൽ സാമ്പത്യം, ഏക് സാത്ത് കർത്താത്ത ഒരേപോലെ ചെയ്തിരുന്നു, നടത്തിക്കൊണ്ടുപോയിരുന്നു. പഠിത്തവും ചെയ്തിരുന്നു, അതിൻ്റെ കൂടെ തന്നെ എന്താണ് സാമ്പത്യവും അല്ലേ. നേരത്തെ പറഞ്ഞു സ്കൂളിലേക്ക് പോകുന്നുണ്ട്, പഠിക്കാൻ ട്യൂഷനും പോകുന്നുണ്ട്, അതുകൂടാതെ തന്നെ പത്രം കൊടുക്കാൻ പോകുന്നുണ്ട് കാര്യം പറഞ്ഞിട്ട്. അപ്പോൾ 2 കാര്യം, സാമ്പത്തികം ജോലിയും ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ വിദ്യാഭ്യാസം നടത്തുന്നത്. അതുകൊണ്ടാണ് തൻ്റെ അമ്മ മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ലെന്ന് പ്രത്യേക തരത്തിലുള്ള ഭക്ഷണമായിരുന്നു ആർക്ക് കൊടുത്തിരുന്നത്? APJ കലാമിന് കൊടുത്തിരുന്നത്. स्कूल की छुट्टी के बाद शाम को मैं फिर ग्राहकों से बकाया राशि की वसूली के लिए निकल पड़ता. फिर അതിനുശേഷം എന്താണ്? സ്കൂൾ കി ചുട്ടി എന്ന് പറഞ്ഞാൽ സ്കൂൾ വിട്ട ശേഷം വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ ശേഷം ബാദ് ഷാം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം മേ ഫിർ ഗ്രാഹക്കോൻസെ, ഗ്രാഹക്ക് എന്ന് പറഞ്ഞാൽ ഉപഭോക്താക്കൾ വക്കയ്യ എന്ന് പറഞ്ഞാൽ ബാക്കി, റാശി എന്ന് പറഞ്ഞാൽ പൈസ,
വസൂലി എന്ന് പറഞ്ഞാൽ പിരിച്ചെടുക്കുക. കാരണം രാവിലെ ഓരോ പത്രങ്ങൾ കൊടുത്തില്ലേ, അപ്പോൾ അതിൻ്റെ പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് സ്കൂള് വൈകുന്നേരം വിട്ട് കഴിഞ്ഞ ശേഷം വൈകുന്നേരം എവിടെ പോവും? ഉപഭോക്താക്കളുടെ അടുത്തേക്ക് പോയിട്ട് ബാക്കിയുള്ള പൈസ വാങ്ങാൻ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപഭോക്താക്കൾ അടുത്തേക്ക് ആര് പോകുമായിരുന്നു? APJ കലാം പോകുമായിരുന്നു. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ആ പാരഗ്രാഫിൽ മനസ്സിലായില്ലേ? കാരണം അതിലെന്താ പറഞ്ഞത്? തൻ്റെ ഉത്തരവാദിത്വമൊക്കെ നിർവഹിച്ച് കഴിഞ്ഞിട്ട് കലാം 8 മണിയാകുമ്പോഴത്തേക്ക് തൻ്റെ വീട്ടിലേക്ക് എത്തും. അപ്പോൾ അമ്മ എന്ത് ചെയ്യും? സാധാരണ പ്രഭാത ഭക്ഷണം തയ്യാറാക്കും. തൻ്റെ മറ്റു സഹോദരങ്ങൾക്ക് കൊടുക്കുന്നതിൽ നിന്ന് പ്രത്യേക തരത്തിലായിരുന്നു, വിശേഷിച്ചുള്ള പ്രത്യേക എന്തായിരുന്നു? പ്രഭാത ഭക്ഷണമായിരുന്നു ആർക്ക് കൊടുത്ത്? APJ കലാമിനല്ലേ. എന്തുകൊണ്ടാണ്? APJ കലാം എന്ത് ചെയ്യുന്നു? പഠിത്തവും സാമ്പത്തികവും ഒന്നിച്ചു കൊണ്ടുപോയിരുന്നു, നോക്കിയിരുന്നു. അപ്പോൾ സ്കൂൾ വിട്ട് കഴിഞ്ഞ ശേഷം അദ്ദേഹം എവിടെ പോയി? തൻ്റെ ഈ രാവിലെ കൊടുത്ത പത്രത്തിൻ്റെ പൈസ ഒക്കെ തന്നെ തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട്, പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപഭോക്താക്കളുടെ അടുത്തേക്ക് പോയിരുന്നു അല്ലേ. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. उन दिनों की एक घटना मुझे अभी भी याद है. हम सभी भाई बहन एक साथ बैठकर खाना खा रहे थे और माँ मुझे रोटी देती जा रही थी. जो कि हम बात खाने वाले लोग हैं, इसलिए चावल तो खुले बाजार में उपलब्ध था, किंतु गेहूं पर राशनिंग थी. ഇതാണ് നോക്കാം പാരഗ്രാഫിൽ എന്താണ് പറയുന്നതെന്ന്. ഏക് ദിൻ, അപ്പോൾ ഒരു ദിവസം, കേക്ക് ഘടന മുझे अभी भी याद है. അപ്പോൾ ഒരു ദിവസം നടന്ന ഒരു സംഭവം, ഘടന എന്ന് പറഞ്ഞ ഒരു സംഭവം കലാം പറയാണ്, അന്നൊരു ദിവസം നടന്ന ഒരു സംഭവം എനിക്കിപ്പോഴും ഓർമ്മയുണ്ടെന്ന് പറയുന്നത്. യാദ് എന്ന് പറഞ്ഞാൽ ഓർമ്മ. എന്താണ് സംഭവം നോക്കാം. ഹം സബി ഭായ് ബഹൻ, ഹം സബി ഭായ് ബഹൻ എന്ന് പറഞ്ഞാൽ കലാമും കലാമിൻ്റെ സഹോദരന്മാരൊക്കെ തന്നെ ഏക് സാത്ത് ബൈഠ്കർ, ഏക് സാത്ത് ബൈഠ്ന എന്ന് പറഞ്ഞാൽ ഒന്നിച്ചിരുന്നിട്ട് ഇവരെന്ത് ചെയ്യുകയായിരുന്നു? ഭക്ഷണം കഴിക്കുകയായിരുന്നു. അവർ മാ മുझे റോട്ടി ദേത്തി ജാ രഹി തി, അമ്മ എന്ത് ചെയ്തുകൊണ്ടാണ് എനിക്ക് റോട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ചപ്പാത്തി. അമ്മ എനിക്ക് ചപ്പാത്തി തന്നുകൊണ്ട്, അമ്മ കൊടുത്തുകൊണ്ടായിരുന്നു ആർക്ക്? APJ കലാമിന് ചപ്പാത്തി കൊടുത്തുകൊണ്ടായിരുന്നു. ചൂക്കി ഹം ബാത്ത് ഖാനെ വാലെ ലോകെ, കാരണം നമ്മൾ എന്ത് കഴിക്കുന്നവരാണ്? ബാത്ത് എന്ന് പറഞ്ഞാൽ ചോറ് കഴിക്കുന്നവരാണ്, നമ്മൾ ഭക്ഷിക്കുന്നവരാണ്. इसलिए चावल तो खुले बाजार में उपलब्ध है. चावल എന്ന് പറഞ്ഞാൽ എന്താ? അരി. അതുകൊണ്ട് നമുക്ക് അരി ബാസാറിൽ, ടൗണിൽ നമുക്ക് കിട്ടുമായിരുന്നു. കിന്തു ഗോവും പെർ രാഷനിങ് തി, പക്ഷേ ഏതിലാണ്? ഗോവ് എന്ന് പറഞ്ഞാൽ എന്താ? ഗോതമ്പ്. ഗോതമ്പാണെങ്കിൽ നമുക്ക് കുറച്ച് മാത്രമാണ് കിട്ടിയിരുന്നത്. അപ്പോൾ അരി ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ്? ടൗണിൽ നമുക്ക് അല്ലെങ്കിൽ ഇവിടെ ലഭ്യമായിരുന്നു. പക്ഷേ ഗോതമ്പാണെങ്കിൽ കിട്ടുക കുറച്ച് മാത്രമായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അതിൽ പറഞ്ഞ എന്താണ്? അപ്പോൾ ഒരു സംഭവം ആർക്കോ എന്താണ് ഇപ്പോഴും തനിക്ക് മറക്കാൻ പറ്റുന്നില്ല, ഓർമ്മ വരുന്നുള്ളതെന്ന് പറഞ്ഞത് ഇതാണ്. സഹോദരന്മാർ ഒന്നിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തൻ്റെ അമ്മ എന്ത് ചെയ്തു? കലാമിന് ചപ്പാത്തി ഇട്ട് കൊടുത്തുകൊണ്ടായിരുന്നു, കലാം കഴിച്ചുകൊണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവരെന്താ പറഞ്ഞു? ഇവർ എന്താണ്? ചോറ് കഴിക്കുന്നവരാണ്. പക്ഷേ അരിയാണെങ്കിൽ ഇവർക്ക് മാർക്കറ്റിൽ ലഭ്യമാവുന്നു. പക്ഷേ ഗോതമ്പാണെങ്കിൽ കുറച്ച് മാത്രമേ ഇവർക്ക് ലഭിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ? അടുത്ത പാരഗ്രാഫ് നോക്കാം. जब मैं खाना खा चुका तो मेरे बड़े भाई ने मुझे एकांत में बुलाकर डांटा. कलाम, जानते हो क्या हुआ? तुम रोटी खाते जा रहे थे और माँ तुम्हें रोटी देती जा रही थी. उन्होंने अपने हिस्से की भी सारी रोटियां तुम्हें दे दी. अभी घर की परिस्थिति ठीक नहीं है. एक जिम्मेदार बेटा बनो और अपनी माँ को भूखे मत मारो. അപ്പോൾ ആ പാരഗ്രാഫിൽ എന്താണ് പറയുന്നത് നോക്കാം. ജബ് മേ ഖാന ഖാ ചുക്കാത്ത എന്ന് പറഞ്ഞാൽ APJ അബ്ദുൽ കലാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു. ആ സമയത്ത് എന്ത് സംഭവിച്ചു? ബഡേ ഭായിനെ മുझे एकांत में बुलाकर डांटा. ബഡേ ഭായ് എന്ന് പറഞ്ഞാൽ APJ കലാമിൻ്റെ മൂത്ത സഹോദരന് ഒറ്റയ്ക്ക് കലാമിനെ വിളിച്ചിട്ട് ഡാൻട്ടന എന്ന് പറഞ്ഞാൽ എന്താ? വഴക്ക് പറയുക, ചീത്ത പറഞ്ഞു. എന്താണ് പറഞ്ഞത് നോക്കാം. കലാം ജാൻതേ ഹോ ക്യാ ഹുവ, ചോദിക്കുകയാണ് കലാമെ എനിക്കറിയോ എന്താണ് സംഭവിച്ചതെന്ന് അറിയോ എന്ന് ചോദിച്ചു. കലാമിനൊന്നും അറിയില്ല, കാരണം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് തൻ്റെ മൂത്ത സഹോദരന് ഒറ്റയ്ക്ക് കലാമിനെ വിളിച്ചിട്ട് വഴക്ക് പറയുന്നത്. എനിക്ക് അറിയോ എന്ത് സംഭവിച്ചതെന്ന്. അപ്പോൾ ഇവൻ ചോദിച്ചു എന്താന്ന് നോക്കാം. तुम रोटी खाते जा रहे थे और माँ तुम्हें रोटी देती जा रही थी.
ഏട്ടൻ എന്ത് പറഞ്ഞു? നീ ചപ്പാത്തി കഴിച്ചുകൊണ്ടുണ്ടായിരുന്നു. അമ്മ എന്ത് ചെയ്തു? നിനക്ക് ചപ്പാത്തി തന്നുകൊണ്ടായിരുന്നു. അമ്മ ചപ്പാത്തി തരുന്നത് നീ കഴിച്ചുകൊണ്ട് പോയിക്കൊണ്ടായിരുന്നു. കാരണം അമ്മക്ക് ഒന്നും നോക്കിയില്ല, നീ കഴിച്ചുകൊണ്ടായിരുന്നു അമ്മ തരുന്നു പറഞ്ഞിട്ട്. ഉനോനെ അപ്നി ഹിസ്സേ കി ബി സാരി റോട്ടിയാ തുമേ ദേ ദി. ഏട്ടൻ എന്ത് പറഞ്ഞു? ഉനോനെ എന്ന് പറഞ്ഞാൽ അമ്മ തൻ്റെ ഹിസ്സ എന്ന് പറഞ്ഞാൽ അമ്മക്ക് വെച്ച ഭാഗം. ഹിസ്സ എന്ന് പറഞ്ഞാൽ ഭാഗമാണ്. അമ്മക്ക് ഒരു ഷെയർ വെച്ചിട്ടുണ്ടായിരുന്നു ചപ്പാത്തി, അതും സാരി റോട്ടിയാ തുമേ ദേ ദി. അമ്മക്ക് വെച്ച ചപ്പാത്തിയും അമ്മ എല്ലാം ആർക്ക് തന്നു? നിനക്ക് തന്നു. കാരണം നീ നോക്കിയില്ല, അമ്മക്ക് ഉണ്ടാന്ന് നോക്കിയില്ല, അമ്മ നിനക്ക് തന്നുകൊണ്ടായിരുന്നു, നീ കഴിച്ചുകൊണ്ടായിരുന്നു. കാരണം അത് അമ്മക്ക് വെച്ച ചപ്പാത്തിയായിരുന്നു, അമ്മ അത് നിനക്ക് തന്നു, നീ കഴിച്ചു. അബി ഘർ കി പരിസ്ഥിതി ടീക്ക് നഹി ഹൈ. എന്നിട്ട് ഏട്ടൻ എന്ത് പറഞ്ഞു? ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അവസ്ഥ എന്ന് പറയുന്ന പരിസ്ഥിതി എന്ന് പറഞ്ഞ സാഹചര്യം എന്ന് പറയുന്നത് ശരിയില്ല. ഇപ്പം നമ്മുടെ വീട്ടിൻ്റെ സാഹചര്യം ശരിയില്ല. एक जिम्मेदारी बेटा बनो और अपनी माँ को भूखे मत मारो. അങ്ങനെ ഏട്ടൻ എന്ത് പറഞ്ഞു? एक जिम्मेदारी बेटा. जिम्मेदारी എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഉത്തരവാദിത്തമുള്ള ഒരു മകനായി മാറാദ്യം. ഒരു അമ്മയ്ക്ക് അമ്മയുടെ ഉത്തരവാദിത്തമുള്ള മകനായി മാറ്. और अपनी माँ को भूखे मत मारो. തൻ്റെ അമ്മയെ പട്ടിണി കിട്ട് കൊല്ലാതിരിക്കുക എന്ന് ആര് പറഞ്ഞു? ഏട്ടൻ പറഞ്ഞു അല്ലേ? എന്ത് പറഞ്ഞു? एक जिम्मेदारी बेटा बनो. ആദ്യം നീ ഉത്തരവാദിത്തമുള്ള ഒരു മകനായി മാറ്. അപ്നി മാക്കോ ഭൂഖേ മത്ത് മാറോ. തൻ്റെ അമ്മയെ പട്ടിണി കിട്ട് കൊല്ലാതിരിക്കുക എന്ന് ആര് പറഞ്ഞു? ഏട്ടന് ആരോട് പറഞ്ഞു? കലാമിനോട് പറഞ്ഞു അല്ലേ? അപ്പോൾ ഏകാന്തത്തിൽ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞപ്പാടാണ് ആര് വിളിച്ചുകൊണ്ട് കൊണ്ടുവന്നത്? ഏട്ടൻ വിളിച്ചുകൊണ്ട് APJ കലാമിനോട് സംഭവം പറയുകയാണല്ലേ? കാരണം നീ ചപ്പാത്തി കഴിച്ചുകൊണ്ടായിരുന്നു, അമ്മ നിനക്ക് ചപ്പാത്തി തന്നുകൊണ്ടായിരുന്നു, നീ നോക്കിയില്ല, അത് അമ്മക്ക് വെച്ച ഭാഗമായിരുന്നു, അമ്മ അത് നിനക്ക് തന്നു, നീ അത് കഴിച്ചു അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ എങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പരിസ്ഥിതി അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം, വീട്ടിൻ്റെ സാഹചര്യം ശരിയല്ല. അപ്പോൾ നീ എന്ത് ചെയ്യണം? ഒരു ഉത്തരവാദിത്വമുള്ള മകനായി മാറാം, അമ്മയെ പട്ടിണി കിട്ട് കൊല്ലാതിരിക്കുക എന്നാര് പറഞ്ഞു? ഏട്ടൻ. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ കലാമിന് എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം. ഉസ് ദിൻ पहली बार मुझे सिरहन की अनुभूति हुई. मैं अपने आप को रोक नहीं सका. दौड़कर अपनी माँ के पास गया और भावावेश में उसने लिपट गया. मैं अब भी पूनम की रात में अपनी माँ को याद करता हूँ. उस स्मृति की छवियाँ मेरे पुस्तक अग्नि की उड़ान में संग्रहित माँ कविता में उभरी हैं. यह मेरी माँ की कहानी है. वे 93 साल की उम्र तक जीवित रही. वे एक स्नेहशील, दयालु और धार्मिक प्रवृत्ति की महिला थी. मेरी माँ रोज़ 5 बार नमाज अदा करती थी. मैंने जब भी उन्हें नमाज अदा करते देखा तब मैं प्रेरित हुआ. അപ്പോൾ ആ പാരഗ്രാഫിൽ എന്താണ് പറയുന്നത് നോക്കാം. അപ്പോൾ ഏട്ടൻ അങ്ങനെ പറഞ്ഞില്ലേ, കാരണം അമ്മയെ പട്ടിണി കിട്ട് കൊല്ലാതിരിക്കുക. ഇത് കേട്ടപ്പോൾ APJ അബ്ദുൽ കലാമിന് എന്ത് സംഭവിച്ചു നോക്കാം. ഉസ് ദിൻ പഹലി ബാർ മുझे സിർഹൻ കി അനുഭൂതി ഹുയി. ഉസ് ദിൻ പഹലി ബാർ, കാരണം ഏട്ടൻ ഇത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്ത് അനുഭവപ്പെട്ടു? ഒരു വിറയൽ അനുഭവപ്പെട്ടു. തൻ്റെ അമ്മയെക്കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ APJ കലാമിനൊരു വിറയൽ അനുഭവപ്പെട്ടു. मैं अपने आप को रोक नहीं सका. ഇത് കേട്ടപ്പോൾ തന്നെ APJ അബ്ദുൽ കലാം തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ, തന്നെ കൺട്രോൾ ചെയ്യാനോ നിയന്ത്രിക്കാൻ പറ്റാതെ ദൗഡ്കർ അപ്നി മാ കെ പാസ് ഗയ. തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ, ദൗഡ്ന എന്ന് പറഞ്ഞാൽ എന്താ? ഓടിയിട്ട് തൻ്റെ അമ്മയുടെ അടുത്തേക്ക് എത്തി. ആ ഒരു ഭാവവേഷമേ ഉസെ ലിപ്പട് ഗയ. ഭാവവേഷ് എന്ന് പറഞ്ഞാൽ എന്താ? വികാരതീതനായി തൻ്റെ അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ് ആര് ചെയ്തത്? APJ കലാം ചെയ്തത് അല്ലേ? കാരണം എന്താണ്? കാരണം ഏട്ടൻ ആ സംഭവം പറഞ്ഞ ശേഷം എന്താ അനുഭവപ്പെട്ടു? ഒരു വിറയൽ അനുഭവപ്പെട്ടു. അത് കേട്ടപ്പോൾ തന്നെ APJ കലാമിനെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ അദ്ദേഹം ഓടി തൻ്റെ അമ്മയുടെ അടുത്തേക്ക് എത്തിയിട്ട് വികാരതീതനായി തൻ്റെ അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അല്ലേ? मैं अब भी पूनम की रात मैं अपनी माँ को याद करता हूँ. അപ്പോൾ കലാം പറയാണ്, ഞാൻ ഇപ്പോഴും പൂനം കി രാത്രി, പൗർണമി രാത്രിയിൽ ഞാൻ ആരെ ഓർക്കുകയാണ്? തൻ്റെ അമ്മയെ ഓർക്കുകയാണ്. ഓ സ്മൃതിമേ, അപ്പോൾ ആ ഓർമ്മയിലാണ് ഒരു ചവിയ മേരി പുസ്തക്. ചവിയ എന്ന് പറഞ്ഞാൽ ജലക്ക്, ദൃശ്യം. എൻ്റെ പുസ്തക്, മേരി പുസ്തക്. ഏതായിരുന്നു അതേ മേരി പുസ്തക്? അഗ്നി കി ഉഡാൻ. അഗ്നി കി ഉഡാൻ എന്ന് പറയുന്ന, അഗ്നി കി ചിറകുകൾ എന്ന് പറയുന്ന കവിതയിൽ അദ്ദേഹം ആരെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്? തൻ്റെ അമ്മയെക്കുറിച്ചിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. യേ മേരെ
മാ കി കഹാനി, ഇതെൻ്റെ അമ്മയുടെ കഥയാണ്. കാരണം അദ്ദേഹം പൂർണ്ണം രാത്രി തൻ്റെ അമ്മയെ ഓർക്കാറുണ്ട്. തൻ്റെ അഗ്നിക്ക് ഉഡാൻ എന്ന കവിതയിൽ അദ്ദേഹം തൻ്റെ അമ്മയെ കുറിച്ചിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. അത് പറയുകയാണെങ്കിലും എന്താണ്, യോ മേരി മാ കി കഹാനി, ഇതെൻ്റെ അമ്മയുടെ കഥയാണെന്ന് അദ്ദേഹം പറയുന്നു. വേ 93 साल की ഉംർ തക് ജീവിത് രഹി. അമ്മ 93 സാൽ, 93 എന്ന് പറഞ്ഞാൽ എത്ര, 93 വയസ്സ് വരെ അമ്മ ജീവിച്ചിരുന്നു. എങ്ങനെയാണ്, വേക്ക് സ്നേഹശീൽ, ദയാലു और ധാർമ്മിക് പ്രവൃത്തിക്ക് മഹിളാത്തി. അമ്മനെയായിരുന്നു അമ്മ ഒരു സ്നേഹശീല അല്ലെങ്കിൽ സ്നേഹസമ്പന്നയായവളും പിന്നെ ദയാലുമായിരുന്നു. ധാർമ്മിക് എന്ന് പറഞ്ഞാൽ മതപരമായ പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു സ്ത്രീയും കൂടിയായിരുന്നു ആര്, തൻ്റെ അമ്മ എന്ന് പറയുന്നത്. മേരി മാ റോസ് 5 ബാർ നമാസ് ആദാ കർത്തി തി. എൻ്റെ അമ്മ എപ്പോഴും 5 പ്രാവശ്യം നിസ്കാരം ചെയ്യുമായിരുന്നു. ഒരു ദിവസം വിടൂല, 5 പ്രാവശ്യം എൻ്റെ അമ്മ നിസ്കാരം ചെയ്യുമായിരുന്നു. मैंने जब भी उन्हें नमाज आदे करते देखा तब मैं उस पर प्रेरित हुआ. जब भी അങ്ങനെ കലാം പറയുകയാണ്, എൻ്റെ അമ്മ ഇത് 5 പ്രാവശ്യം നമാസ് ചെയ്യും അല്ലെ, നിസ്കാരം ചെയ്യും. അപ്പോൾ അമ്മ ഈ പ്രവർത്തികൾ ചെയ്യുന്ന കണ്ടപ്പോൾ, നിസ്കാരം ചെയ്യുന്ന കണ്ടപ്പോൾ ഉന്നോനെ ദേഖാ തബ് മേ പ്രേരിത് ഹുവ. അപ്പം അത് കണ്ടിട്ടാകുമ്പോൾ എൻ്റെ മനസ്സിൽ എന്ത് വന്നു, മാറ്റങ്ങൾ, തൻ്റെ ഉള്ളിൽ പ്രേരണ ഉണ്ടാവുകയും തൻ്റെ ഉള്ളിൽ എന്തുണ്ടായി, മാറ്റം ഉണ്ടാവുകയും ചെയ്തു. കാരണം അമ്മ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ APJ കലാമിൻ്റെ മനസ്സിൽ എന്താണ് ഉണ്ടായത്, ഉള്ളിൽ പ്രേരണ ഉണ്ടാവുകയും മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. നാരി ഈശ്വർക്ക് രചനാഹെ. പിന്നീട് എന്ത് പറയാണ്, സ്ത്രീ എന്ന് പറയുന്നത് ആരുടെ, ഈശ്വരൻ്റെ ഒരു സൃഷ്ടിയാണ്. സ്ത്രീ എന്ന് പറയുന്നത് ഈശ്വരൻ്റെ ഒരു സൃഷ്ടിയാണെന്ന് പറയാം. मैं 2 महान महिलाओं की स्मृति में सदैव प्रेरित एवं उत्साहित होता रहा हूँ. പിന്നീട് അദ്ദേഹം പറയുകയാണ്, ഞാൻ എപ്പോഴും 2 സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ 2 മഹിളകൾ എന്നും എപ്പോഴും എന്നെ പ്രേരിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്ത 2 മഹത് വ്യക്തികളായ സ്ത്രീകളായിരുന്നു. അദ്ദേഹം എന്ത് പറഞ്ഞു, തന്നെ എപ്പോഴും പ്രേരിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള 2 മഹത് സ്ത്രീകളായിരുന്നു. ആരെല്ലായിരുന്നത്, ഏക് മേരി മാ, അതിൽ ഒന്ന് എൻ്റെ അമ്മയും തഥാ ദൂസരി ഭാരത് രത്ന MS സുബ്ബലക്ഷ്മി ആയിരുന്നു. ഒന്ന് എൻ്റെ അമ്മയായിരുന്നു, പിന്നെ ഒന്നാരായിരുന്നു, ഭാരത് രത്ന MS സുബ്ബലക്ഷ്മി ആയിരുന്നു. അവരാരായിരുന്നു, MS സുബ്ബലക്ഷ്മി ശാസ്ത്രീയ സംഗീതജ്ഞരായിരുന്നു അല്ലേ. അപ്പോൾ ഈ 2 മഹിളകളായിരുന്നു അദ്ദേഹത്തെ എപ്പോഴും പ്രേരിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്ത 2 സ്ത്രീകളായിരുന്നു. ആരല്ല, ഒന്ന് എൻ്റെ അമ്മയും പിന്നെ ഒന്നാരായിരുന്നു, സുബ്ബലക്ഷ്മി ആയിരുന്നു അല്ലേ. ഭാരത് രത്ന MS സുബ്ബലക്ഷ്മി ആയിരുന്നു. അപ്പോൾ ഈ പാരഗ്രാഫിൽ എന്താണ് പറഞ്ഞത്, ആ പാരഗ്രാഫിൽ കാരണം തൻ്റെ ഏട്ടന് പറഞ്ഞു തൻ്റെ അമ്മയെ പെട്ടിക്കിട്ട് കൊല്ലണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ടപ്പോൾ APJ കലാമിന് ഒരു വിറയലുണ്ടായി. അതിന് തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ തന്നെ APJ കലാം എവിടെ എത്തി, ഓടിയിട്ട് തൻ്റെ അമ്മയുടെ അടുത്തേക്ക് എത്തുകയും തൻ്റെ അമ്മയെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു അല്ലേ, പിടിച്ചു. അപ്പോൾ പിന്നെ എന്താണ്, പൗർണമി രാത്രികളിൽ തൻ്റെ അമ്മയെ താൻ ഓർക്കുന്നുണ്ട് അല്ലേ. അതുകൂടാതെ തന്നെ തൻ്റെ അമ്മയെ ഓർമ്മയുള്ള ഒരു കവിത അദ്ദേഹം അഗ്നിക്ക് ഉഡാൻ എന്ന കവിതയും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ തൻ്റെ അമ്മ ഏത് വയസ്സ് വരെ, 93 വയസ്സ് വരെ തൻ്റെ അമ്മ ജീവിച്ചിരുന്നു അല്ലേ. തൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ 5 പ്രാവശ്യം നിസ്കാരം ചെയ്തവളായിരുന്നു. പിന്നീട് ഇങ്ങനായിരുന്നു, റോസ് പിന്നെ അമ്മ സ്നേഹസമ്പന്നയായിരുന്നു, ദയാലുവായിരുന്നു, ധാർമ്മിക അല്ലെങ്കിൽ മതപരമായ പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയും കൂടിയായിരുന്നു ആര്, എൻ്റെ അമ്മ എന്ന് കലാം പറയുന്നു. അതുകൂടാതെ തന്നെ 5 പ്രാവശ്യം നിസ്കാരം ചെയ്തു. തൻ്റെ അമ്മ നിസ്കാരം ചെയ്യുന്നത് കണ്ടപ്പോഴാണ് APJ അബ്ദുൽ കലാമിൻ്റെ മനസ്സിൽ പ്രേരണ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി അല്ലേ. പിന്നീട് അദ്ദേഹം പറയുന്നത് താൻ എപ്പോഴും പ്രേരിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള 2 മഹത് മഹിളകളെ കുറിച്ചിട്ട് അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. ആരെല്ലായിരുന്നു, ഒന്ന് എൻ്റെ അമ്മ, ആരാണ്, APJ അബ്ദുൽ കലാമിൻ്റെ അമ്മയും, പിന്നെ ആരായിരുന്നു, ഭാരത് രത്ന MS സുബ്ബലക്ഷ്മിയെ കുറിച്ചിട്ടായിരുന്നു അദ്ദേഹം ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു APJ അബ്ദുൽ കലാമിൻ്റെ ബാല്യകാല സ്മരണകളെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ ഈ പാഠത്തിൽ മേരി മമതാമയി പാഠത്തിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ധന്യവാദം.